കണ്ണൂർ പാനൂരിലെ രക്തസാക്ഷി സ്മാരക ഉദ്ഘാടനത്തിൽ താൻ പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കൂടുതൽ കാര്യങ്ങൾ ജില്ലാ നേതൃത്വത്തോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതിലെ പാർട്ടി DC-യോട് ചോദിച്ചാൽ മതി. ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ്. അതിനെ പർവ്വതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവില്ല. യഥാർത്ഥത്തിൽ അത് പാർട്ടി DC-ആണ്. അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് അവരോട് ചോദിച്ചാൽ മതി. ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ, പാർട്ടി തീരുമാനിക്കും. സജോ ദേവസ്യയുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി രക്തസാക്ഷി നിർമ്മാണം കെട്ടിടം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് എന്താണ് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന 22-ാം തീയതി എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. അത് അദ്ദേഹം നിഷേധിക്കുകയാണോ അതോ അദ്ദേഹം അത് സമ്മതിക്കുകയാണോ? പാർട്ടിയോട് ചോദിക്കൂ എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 2 CPIM പ്രവർത്തകരാണ് രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് സ്മാരകം അനുസ്മരണ പരിപാടികൾ നാളുകളായി നടന്നു വരുന്നുണ്ട്. അവരുടെ പേരിൽ നിർമ്മിച്ച സ്മാരകം, പാനൂരിൽ തന്നെ നിർമ്മിച്ച സ്മാരകം 22-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ഏരിയ കമ്മിറ്റിയും പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്, പരിപാടി തീരുമാനിച്ചിട്ടുമുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തതയൊന്നും വരുത്തിയില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പകരം അദ്ദേഹം പ്രതികരിച്ചത് താൻ ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അതാത് ജില്ലാ ഘടകങ്ങളാണ്, അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്നതല്ലാതെ അതിന് മറ്റൊരു മറുപടി പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ആകെ പറഞ്ഞ മറുപടി അതാണ്. രണ്ടാമതും ഈ വിവാദം സംബന്ധിച്ചുള്ള വിശദീകരണം ജില്ലാ നേതൃത്വമാണ് നൽകേണ്ടത്, ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ CPIM ജില്ലാ നേതൃത്വം, ജില്ലാ സെക്രട്ടറി MV ജയരാജനോട് ഇക്കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞെങ്കിലും എന്തെങ്കിലും പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായതുമില്ല. ഇക്കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കൂടുതൽ വിവാദങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ ഒന്നും പാർട്ടി മുതിരുന്നില്ല. ആ കാര്യം തള്ളിപ്പറയുക എന്ന നിലപാടിലേക്ക് പാർട്ടി പോകില്ല എന്നുറപ്പാണ്. ഔദ്യോഗിക രക്തസാക്ഷി പട്ടികയിൽ ഷൈജുവിൻ്റെയും സുബീഷിൻ്റെയും പേരുകളുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെ മുതൽ CPIM സ്വീകരിച്ചിരുന്ന നിലപാട്, അവിടെ തുടർച്ചയായ അക്രമ സംഭവങ്ങളുണ്ടായി. BJP നേതാവായിരുന്ന OK വാസു മാസ്റ്റർ CPIM പാളയത്തിലേക്ക് എത്തിയതിന് പിന്നാലെ അവിടെ ചില സംഘർഷങ്ങൾ തുടർച്ചയായി ഉണ്ടായിരുന്നു. അങ്ങനെ ഏകപക്ഷീയമായ RSSന്റെ അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ രക്തസാക്ഷിത്വം വരിച്ചു എന്നൊരു ഔദ്യോഗിക വിശദീകരണമാണ് പാർട്ടി നേരത്തെ മുതൽ നൽകുന്നത്. അവിടുത്തെ പ്രാദേശിക നേതൃത്വം അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവരെ തള്ളിപ്പറയുക എന്നൊരു നിലപാട് അസാധ്യമാണെന്നാണ് പാർട്ടി പ്രാദേശിക ഘടകത്തിന്റെ നിലപാട്. അതിൽ CPIM എന്തെങ്കിലും ഒരു തിരുത്തോ പിന്നോട്ട് പോക്കിനോ തയ്യാറല്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ആ കാര്യങ്ങൾ വിശദമായി പറയുന്നതിനോ അങ്ങനെ അതിനെ വിശദീകരിക്കുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ ഒന്നും ഈ ഘട്ടത്തിൽ പാർട്ടി തയ്യാറാകുന്നില്ല എന്നത് മാത്രമാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുന്നത് അന്ന് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായതിന്റെ കേസ് വിചാരണ വേളയിലാണ്, അതിന്മേൽ കോടതിയുടെ ഒരു തീർപ്പ് പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് അവരുടെ വിശദീകരണം. ഏതായാലും ഈ കാര്യത്തിൽ, അതായത് ഈ സ്മാരകം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം CPIM സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടില്ല എന്നാണ് സജോയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.